Dear students, third semester BComന്റെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പേപ്പറിൻ്റെ 18ാമത്തെ വീഡിയോ ആണ്. ഇതിൽ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ LR പോറ്റിയുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന പുസ്തകത്തിൻ്റെ എക്സസൈസിലുള്ള പ്രോബ്ലംസ് ആണ് ഈ വീഡിയോയിൽ സോൾവ് ചെയ്തിരിക്കുന്നത്. കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. Calculate Carl Pearson's coefficient of skewness from the following data. Marks 12, 18, 35, 22, 18. ഇത് ഇൻഡിവിജ്വൽ സീരീസ് ആണ്. മാർക്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ഇൻഡിവിജ്വൽ സീരീസിൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിക്കണം. എന്താണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്? മീൻ മൈനസ് മോഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ആദ്യം മീൻ കാണണം, മോഡ് കാണണം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. മീൻ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക, എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പോൾ വാട്ട് ഈസ് മീൻ? അരിത്തമെറ്റിക് മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ. ദാറ്റ് ഈസ് 12 plus 18 plus 35 plus 22 plus 18 whole divided by 5. 12 plus 18 30, 30 plus 35 65, 65 plus 22 87, 87 plus 18 105. So sigma x 105 sigma x by n 105 by 5 equal to 21. Therefore arithmetic mean equal to 21. Now we want to find mode. Mode is the value occurring most frequently. Here 18 occur 2 times. Therefore mode is 18. 12, 35, 22 എല്ലാം ഒരു തവണ മാത്രമേ ഉള്ളൂ. 18 ആണ് ഏറ്റവും കൂടുതൽ തവണ വരുന്നത്, 2 തവണ വരുന്നുണ്ട്. അതുകൊണ്ട് മോഡ് 18 ആണ്. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? Standard deviation equal to root of sigma x minus x bar whole square by n. Sigma x minus x bar whole square by n. ആദ്യത്തെ എക്സ് 12 ആണ്, എക്സ് ബാർ 21. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് വെച്ചാൽ 12 മൈനസ് 21 മൈനസ് 9 ആണ്. മൈനസ് 9ൻ്റെ സ്ക്വയർ 81. അപ്പോൾ ആദ്യത്തെ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ 81. പിന്നീട് രണ്ടാമത്തെ എക്സ് 18 ആണ്, എക്സ് ബാർ 21. അപ്പോൾ 18 മൈനസ് 21 ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് മൈനസ് 3 സ്ക്വയർ 9. ദെൻ 35 മൈനസ് 21 ഹോൾ സ്ക്വയർ, 35 മൈനസ് 21 14, 14 സ്ക്വയർ 196. ദെൻ 22 മൈനസ് 21 ഹോൾ സ്ക്വയർ 1 സ്ക്വയർ 1. 18 മൈനസ് 21 മൈനസ് 3 സ്ക്വയർ ചെയ്താൽ 9. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 81, 9, 196, 1, 9. അവയുടെ സമ്മ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 296 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു റൂട്ട് ഓഫ് 59.2 ഈക്വൽ ടു 7.694. Standard deviation 7.694. Then Carl Pearson's coefficient of skewness. Carl Pearson's coefficient of skewness equal to mean minus mode divided by standard deviation. Mean 21, 21 minus mode 18, 21 minus 18 divided by standard deviation 7.694. Simplify ചെയ്താൽ 0.39. Therefore Carl Pearson's coefficient of skewness equal to 0.39. Calculate standard deviation and coefficient of skewness from the following data. Calculate standard deviation and coefficient of skewness from the following data. വാല്യൂസ് തന്നിട്ടുണ്ട്. സൈസ് 6, 12, 18, 24, 30, 36, 42. ഫ്രീക്വൻസി 4, 7, 9, 18, 15, 10, 5.
എക്സ് തന്നു, എഫ് അറിയാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കാൾ പിയേഴ്സൺസ് കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് തന്നെ കാണാം. കാൾ പിയേഴ്സൺസ് കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത് മീൻ മൈനസ് മോഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ കാണാൻ സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. ഇവിടെ എഫ് ഉണ്ട്, എക്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ടേബിൾ ഉണ്ടാക്കണം. ഫസ്റ്റ് കോളത്തിൽ എക്സ് എന്ന് എഴുതിയിട്ട് ഈ വാല്യൂസ് 6, 12, 18, 24, 30, 36, 42. സെക്കൻഡ് കോളത്തിൽ എഫ് 4, 7, 9, 18, 15, 10, 5. എക്സ് കിട്ടി, എഫ് കിട്ടി. ഇനി എഫ് എക്സ് വേണം. എന്താണ് എഫ് എക്സ്? എക്സും എഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാനേ. എഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അരിത്തമെറ്റിക് മീൻ സിഗ്മ എഫ് എക്സ് ബൈ എൻ വെച്ച് കണ്ടെത്താം. അങ്ങനെ അരിത്തമെറ്റിക് മീൻ കിട്ടി. പിന്നീട് മോഡ് കാണണം. മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് ഈസ് ദ വാല്യൂ ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി. ഹയസ്റ്റ് ഫ്രീക്വൻസി ഇതിലേതാണ്? 18 ആണ്. ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ വാല്യൂ 18 ആണ്. അപ്പോൾ വാല്യൂ ഹാവിങ് ഹയസ്റ്റ് ഫ്രീക്വൻസി, ഏത് വിലയ്ക്കാണോ കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്, കൂടുതൽ ഫ്രീക്വൻസി ഏത് വാല്യൂവിനാണോ ആ വാല്യൂ ആണ് മോഡ്. ഇവിടെ 24 ആണ്. 24-നാണ് ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത്. 24 occurred 18 times. Therefore 24 is the mode. അപ്പോൾ മീൻ കിട്ടി, മോഡ് കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുമെങ്കിൽ എഫ് എക്സ് സ്ക്വയർ എന്നൊരു കോളം വേണം. പിന്നീട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ഹോൾ സ്ക്വയർ. അത് വെച്ചിട്ട് കണ്ടെത്തണം. അപ്പോൾ നമുക്കതിൻ്റെ ടേബിൾ ആദ്യം എഴുതാം. ആദ്യം എക്സ് താഴെ എഴുതി. എക്സ് 6, 12, 18, 24, 30, 36, 42. ഫ്രീക്വൻസി എഫ് 4, 7, 9, 18, 15, 10, 5, total 68. Capital N equal to 68. Then fx 6 into 4, 24, 12 into 7, 84, 18 into 9, 162, 24 into 18, 432, 30 into 15, 450, 36 into 10, 360, 42 into 5, 210. Now fx square. fx square equal to fx into x. എക്സിന് മാത്രമേ ഇവിടെ സ്ക്വയർ ഉള്ളൂ. അതുകൊണ്ട് എക്സ് എന്ന കോളവും എഫ് എക്സ് എന്നുള്ള കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എഫ് എക്സ് സ്ക്വയർ ആയി. Therefore 6 into 24 equal to 144. 12 into 84, 1008. 18 into 162, 2916. 24 into 432, 10368. 30 into 450, 13500. 36 into 360, 12960. 42 into 210, 8820. Total 49716. So arithmetic mean equal to sigma fx by n, that is 1722 divided by 68. Mode value having highest frequency 24. Standard deviation root of sigma f x square by capital N minus sigma fx by n whole square, that is root of 49716 divided by 68 minus 1722 divided by 68 whole square. Mean x bar equal to sigma fx by n equal to 1722 divided by 68, 25.32. Standard deviation equal to root of sigma f x square by n minus sigma fx by n whole square equal to root of 49716 divided by 68 minus 1722 by 68 whole square equal to 731.1176 minus 25.32 square. Root of 731.1176
minus 25.32 square equal to root of 731.1176 minus 641.1024 equal to root of 90 minus 0152 equal to 9.4876. Carl Pearson's coefficient of skewness equal to mean minus mode divided by standard deviation equal to mean 25.32 minus mode 24 divided by standard deviation 9.4876. Simplify ചെയ്താൽ 1.32 divided by 9.4876 equal to 0.139. അടുത്ത question. Find Carl Pearson's coefficient of skewness from the following data. Find Carl Pearson's coefficient of skewness from the following data. Size 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80, 80 to 90, 90 to 100, 100 to 110. Frequency 14, 46, 58, 76, 68, 62, 48, 28. This is a continuous frequency distribution. The first column is class 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80, 80 to 90, 90 to 100, 100 to 110. F column 14, 46, 58, 76, 68, 62, 48, 28. Class frequency. Formula ഇത് തന്നെയാണോ? Mean minus mode divided by standard deviation. Class or size 30 to 40, 40 to 50, 50 to 60, 60 to 70, 70 to 80, 80 to 90, 90 to 100, 100 to 110. F തന്ന ഫ്രീക്വൻസി അതുപോലെ എഴുതി 14, 46, 58, 76, 68, 62, 48, 28 total 400. Mid value x 30 plus 40 divided by 2 35, 40 plus 50 divided by 2 45, 50 plus 60 divided by 2 55, 60 plus 70 divided by 2 65, 70 plus 80 divided by 2 75, 80 plus 90 divided by 2 85, 90 plus 100 divided by 2 95, 100 plus 110 by 2 105. Now f of x 14 into 35 490, 46 into 45 2070, 58 into 55 3190, 76 into 65 4940, 68 into 75 5100, 62 into 85 5270, 48 into 95 4560, 28 into 105 2940, total 28560. That is sigma fx equal to 28560. Capital N, sigma f capital N equal to 400. Now f x square fx into x, fx എന്ന കോളവും x എന്നുള്ള കോളവും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. 35 into 490 17150, 45 into 2070 93150, 55 into 3190 175450, 65 into 4940 321100, 75 into 5100 382500, 85 into 5270 447950, 95 into 4560 433200, 105 into 2940 308700, total 2179200. Sigma f x square കിട്ടി. Carl Pearson's coefficient of skewness mean minus mode divided by standard deviation. Mean sigma fx by n. Standard deviation root of sigma f x square by n minus sigma fx by n whole square. Mode
mod equal to L plus f1 minus f0 by 2f1 minus f0 minus f2 into C. L, lower limit of model class. Here model class is the class having highest frequency. Class having highest frequency is 76 ആണ്. അപ്പോൾ മോഡൽ ക്ലാസ് 60 to 70, L 60. ആ ഫോമുലയിൽ L എന്ന് പറയുന്നത് 60, ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ്. ഇനി F0 മോഡൽ ക്ലാസ്സിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി F0 58, F1 മോഡൽ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി 76, F2 മോഡൽ ക്ലാസ്സിന് തൊട്ട് താഴെ വരുന്ന ക്ലാസ് തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ 68. അപ്പോൾ F0 58, F1 76, F2 68, L 60. ഇനി C, ക്ലാസ് വിഡ്ത്ത് C വേണം. C എന്ന് വെച്ചാൽ മോഡൽ ക്ലാസ്സിൻ്റെ ക്ലാസ് ഇൻ്റർവെലാണ്. 60 to 70 ആണ്. അപ്പോൾ 70 minus 60, 10. C equal to 10. Mean equal to sigma fx by n, 28560 by 400, 71.4. Model class 60 to 70, L equal to 60, F0 58, F1 76, F2 68, C 10. Mod equal to L plus F1 minus F0 into C by 2 F1 minus F0 minus F2. L 60 ആണ്. 60 plus 76 minus 58 divided by 2 into 76 minus 58 minus 68 into C equal to 60 plus 76 minus 58, 18 ആണ്. 18 into 10 divided by 26. 2 into 76 ചെയ്ത് അതിൽ നിന്ന് 58 മൈനസ് ചെയ്യണം. 2 into 76 എന്ന് പറയുന്നത് 152. അതിൽ നിന്ന് 58 മൈനസ് ചെയ്യാം. 58 മൈനസ് ചെയ്യുമ്പോൾ 94. അതിൽ നിന്ന് 68 മൈനസ് ചെയ്യാം. അപ്പോൾ 26. 60 plus 180 by 26. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 60 plus 6.92, 66.92. Now standard deviation. Standard deviation equal to root of sigma f x square by n minus sigma fx by n whole square equal to root of 2179200 divided by 400 minus 28560 divided by 400 square equal to 5448 minus 71.4 square equal to 5448 minus 5097.96 equal to root of 350.04 equal to 18.71. Standard deviation 18.71, mean 71.4, mode 66.92. Carl-Pearson's coefficient of skewness, mean minus mode divided by standard deviation equal to 71.4 minus 66.92 divided by 18.71. Simplify ചെയ്യുമ്പോൾ 4.48 by 18.71 equal to 0.239 അല്ലെങ്കിൽ 0.24. 0.24. Calculate Carl-Pearson's coefficient of skewness from the following data. Profit rupees in lakhs, below 20, 40, 60, 80, 100. That is below 20, below 40, below 60, below 80, below 100. Number of companies 8, 20, 50, 64, 70. Below 20, 80, below 40, 20, below 60, 50, below 80, 64, below 100, 70. Below 20 means 0 to 20, below 40, 0 to 40, below 60, 0 to 60, below 80, 0 to 80, below 100, 0 to 100. ആ രീതിയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് സീരീസിലേക്ക് മാറ്റി എഴുതണം. ക്ലാസ് 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100 എന്ന രീതിയിൽ. ക്ലാസ് 0 to 20, 20 to 40, 40 to 60, 60 to 80, 80 to 100. Now frequency. Below 28, therefore 0 to 20 equal to 8. Below 40, 20.
20 to 40. ബിലോ 40 ആയിട്ട് 40-ൽ താഴെ 20 എണ്ണം ഉണ്ട്. 40-ൽ താഴെ 20 എണ്ണം ഉള്ളതിൽ 8 എണ്ണം 20-ലും താഴെയാണ്. 40 ലക്ഷത്തിൽ താഴെ പ്രോഫിറ്റ് ഉള്ള 20 കമ്പനികൾ ഉള്ളതിൽ 8 കമ്പനികൾ 20 ലക്ഷത്തിൽ താഴെ പ്രോഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ 20-നും 40-നും ഇടയിൽ പ്രോഫിറ്റ് ഉള്ള കമ്പനികളുടെ എണ്ണം 20 - 8 12. അതുപോലെ ബിലോ 60 ആയിട്ട് 50 ഉണ്ട്. ബിലോ 40 20 ഉണ്ട്. അപ്പോൾ ബിലോ 60 എന്ന് പറഞ്ഞാൽ 50 തന്നെ ഉണ്ട്. ബിലോ 40 എന്ന് പറയുമ്പോൾ 20 ഉണ്ട്. ബിലോ 40 എന്ന് പറഞ്ഞാൽ അത് ബിലോ 60-ൽ ഉൾപ്പെടുന്നതാണ്. 40-ൽ താഴെ എന്ന് പറഞ്ഞാൽ 60-ലും താഴെ അത് വരും. അപ്പോൾ 60 ലക്ഷത്തിൽ താഴെ പ്രോഫിറ്റുള്ള 50 കമ്പനികളിൽ 20 എണ്ണം 40 ലക്ഷത്തിൽ താഴെ പ്രോഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ 40-നും 60-നും ഇടയിൽ എന്തായിരിക്കും? 50 - 20 30. അടുത്തതുപോലെ 64 - 50 14. 70 - 64 6. ടോട്ടൽ ചെയ്താൽ 70. ക്യാപിറ്റൽ N = 70. ഫ്രീക്വൻസി കിട്ടി, ക്ലാസ്സും കിട്ടി. ഇനി മിഡ് വാല്യൂ എക്സ്. ഓരോ ക്ലാസ്സിൻ്റെയും ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ആഡ് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 10 30 50 70 90. ദെൻ എഫ് എക്സ്. എഫും എക്സും തമ്മിൽ ഗുണിച്ചു, അതിൻ്റെ ടോട്ടൽ ചെയ്തു 3460. എഫ് എക്സ് സ്ക്വയർ. എഫ് എക്സും എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ടോട്ടൽ ചെയ്തു സിഗ്മ എഫ് എക്സ് സ്ക്വയർ 203800. സിഗ്മ എഫ് എക്സ് സ്ക്വയർ കിട്ടി. സിഗ്മ എഫ് എക്സ് അറിയാം, ക്യാപിറ്റൽ എൻ അറിയാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ അരിത്മെറ്റിക് മീൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. മീൻ എക്സ് ബാർ ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ 3460/70 49.43. മോഡൽ ക്ലാസ് 40 to 60, L40, F0 12, F1 30, F2 14, C20. Mode equal to L plus F1 minus F0 by 2F1 minus F0 minus F2 into C. 40 plus 30 minus 12 divided by 2 into 30 minus 12 minus 14 into 20. 40 plus 30 minus 12 18. 18 into 20 divided by 2 into 30 60. 12 minus 12 60 minus 12 minus 14 34 equal to 40 plus 10.59 50.59. So arithmetic mean 49.43, mode 50.59. Standard deviation equal to root of sigma f x square by n minus sigma f x by n whole square equal to root of 203800/70 minus 3460/70 whole square equal to root of 2911.4286 minus 49.43 square equal to root of 2911.4286 minus 2443.3249 equal to root of 468.1037 equal to 21.636. Carl Pearson's coefficient of skewness equal to mean minus mode divided by standard deviation. Mean 49.43, mode 50.59, standard deviation 21.636. Values substitute ചെയ്തു, നമുക്ക് ആൻസർ കിട്ടി -0.0536, that is -0.0554. കോഎഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് നെഗറ്റീവിലാണ്, നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനാണ്. Find Carl Pearson's coefficient of skewness given mean equal to 58, median equal to 62, standard deviation equal to 16. Mean, median, standard deviation തന്നിട്ട് Carl Pearson's coefficient of skewness കാണാം. നോക്കാം, വാല്യൂസ് എല്ലാം തന്നിട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. Carl Pearson's coefficient of skewness equal to, in terms of mean and median, 3 into mean minus median. സാധാരണ മീൻ മൈനസ് മോഡാണ്, ഇവിടെ മീഡിയൻ തന്നതുകൊണ്ട് അങ്ങനെ ഒരു ഫോമുല ഉണ്ട്, മീനും മീഡിയനും വെച്ചിട്ട് 3 into mean minus median divided by standard deviation. 3 into 58 minus 62/16. 58 minus 62 minus 4. Minus 4 into 3 minus 12 divided by 16. Minus 3/4 minus 0.75. സിമ്പിളാണ്.
For a moderately skewed distribution, mean 160, mode 157, standard deviation 50, find Carl Pearson's coefficient of skewness. മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാം. Carl Pearson's coefficient of skewness equal to mean minus mode divided by standard deviation equal to mean 160. 160 minus 157 by 50. 160 minus 157, 3 by 50. 3 by 50, 6 by 100. 6 by 100, 0.06. 0.06. Pearson's coefficient of skewness is found to be minus 0.4. Mean is 56, mode is 62. Calculate standard deviation and median. Carl Pearson's coefficient of skewness തന്നിട്ടുണ്ട്. മീൻ അറിയാം, മോഡ് അറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീഡിയനും കണ്ടുപിടിക്കണം. ഇതിനു മുമ്പ് ചെയ്ത രണ്ട് പ്രോബ്ലവും ഇതിലും ഒരു സിമ്പിൾ ഓൾജിബ്രയാണ്. അതായത് ഒരു ഫോർമുല ഉണ്ടാവും. അപ്പോൾ മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ, അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. അതിൽ 3 വേരിയബിളേ ഉള്ളൂ. ഏതെങ്കിലും രണ്ട് തന്നോ ഒന്ന് കണ്ടുപിടിക്കാൻ. ഇവിടെ അങ്ങനെ ഒരു ക്വസ്റ്റനാണ്. ഇപ്പോൾ ഒന്ന് വന്നത് എന്താണ്? മീനും മോഡും ഉണ്ട്, മീഡിയൻ കാണാം. അപ്പോൾ മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ, ആ ഫോർമുല ഉപയോഗിച്ചാൽ മീഡിയൻ കിട്ടും. പിന്നെയുള്ളൊരു ഫോർമുല എന്താണ്? Carl Pearson's coefficient of skewness equal to mean minus mode divided by standard deviation. അതിലാകെ 4 വേരിയബിളാണ്. ഒന്ന് Carl Pearson's coefficient of skewness, പിന്നൊന്ന് മീൻ, പിന്നൊന്ന് മോഡ്, പിന്നൊന്ന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ 4-ൽ ഏതെങ്കിലും 3 തന്ന ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ ഇതിൽ മീനുണ്ട്, മോഡും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. മീനുണ്ട്, മോഡുണ്ട്, Carl Pearson's coefficient of skewness ഉണ്ട്, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. വെരി സിമ്പിൾ ഓൾജിബ്ര. ആദ്യം നോക്കാം. മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. മോഡിൻ്റെ വാല്യൂ 62 ആണ്, അതോടെ എഴുതി. മീഡിയൻ അറിയില്ല, അപ്പോൾ 3 മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ 56, അതെഴുതി. മൈനസ് 2 ഇൻറ്റു 56, 112. 112. ആ 112 മൈനസ് ആണ്, അതിനടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. 62 പ്ലസ് 112 ഈക്വൽ ടു 3 മീഡിയൻ. ഇനി 3 മീഡിയൻ ഈക്വൽ ടു ഇതിനോട് ആഡ് ചെയ്യുക. 62 112 കൂടെ ആഡ് ചെയ്താൽ 174. ദെൻ മീഡിയൻ 174 by 3, 58. അപ്പോൾ മീഡിയൻ കിട്ടി. അരിത്തമെറ്റിക് മീനും മോഡും തന്നു, മീഡിയനും കണ്ടുപിടിച്ചു. ഇത് മുമ്പും ചെയ്തിട്ടുള്ള പ്രോബ്ലം ഈ രീതിയിൽ. ഇനി അടുത്ത് നോക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ Carl Pearson's coefficient of skewness equal to mean minus mode divided by standard deviation. അത് ഉപയോഗിക്കാൻ കാരണം അത് തന്നിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെ മൈനസ് 0.4 വാല്യൂ ഒക്കെ അറിയാവുന്ന വാല്യൂസൊക്കെ എടുത്ത് എഴുതി. മൈനസ് 0.4 ഈക്വൽ ടു 56. അരിത്തമെറ്റിക് മീൻ 56 ആണ്. മോഡ് 62. അപ്പോൾ ആ വാല്യൂ എഴുതി. ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ മൈനസ് 0.4 ആണ്. ഇവിടെ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഈ ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ ഈക്വൽ എന്ന സൈനിൻ്റെ ലെഫ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ മൈനസ് 0.4 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 56 മൈനസ് 62 മൈനസ് 6. അടുത്ത സ്റ്റെപ്പ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ലെഫ്റ്റ് സൈഡിലൂടെ നിർത്തിയിട്ട് മൈനസ് 0.4 എടുത്ത് റൈറ്റ് സൈഡിലേക്ക് പോവുകയാണ്. ഇൻറ്റു 0.4 ആണ്. ഇൻറ്റു മൈനസ് 0.4 റൈറ്റ് സൈഡിലേക്ക് ചെന്നാൽ ഡിവൈഡഡ് ബൈ മൈനസ് 0.4. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു മൈനസ് 6 ബൈ മൈനസ് 0.4 ഈക്വൽ ടു മൈനസ് ന്യൂമറേറ്ററിലുണ്ട്, ഡിനോമിനേറ്ററിലുണ്ട്. അപ്പോൾ 6 ബൈ 0.4 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 60 ബൈ 4 15. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15 കിട്ടി. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15, മീഡിയൻ 58. അത് രണ്ടുമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു 15, മീഡിയൻ ഈക്വൽ ടു 58.